സുഗതപർവം, സുഗതകുമാരിയുടെ ജീവിതം. സി റഹീം രചിച്ച് ഒലീവ് ബുക്ക് പ്രകാശിപ്പിച്ച പ്രസാധനം നടത്തിയ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. പങ്കെടുക്കുന്നത് അംബികാസുധൻ മങ്ങാട്, സാഹിത്യകാരൻ, രേഷ്മ KR, ഗവേഷക, എസ് അനിൽ, ശോഭ രാജ്മോഹൻ, ജോൺ തോമസ്, PR ശ്രീകുമാർ, പ്രസാദ് ശ്രീധരൻ, സി റഹീം ഗ്രന്ഥകർത്താവ്. ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമുക്ക് സമയപരിമിതിയുണ്ട്. ഈ ഗ്രന്ഥത്തെ മുൻനിർത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ സംവദിക്കണം. ആദ്യമായി ഗ്രന്ഥത്തെ മുൻനിർത്തി സംസാരിക്കുന്നത് സാഹിത്യകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ അംബികാസുധൻ മങ്ങാടാണ്. മാഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, സി റഹീം എന്ന എഴുത്തുകാരന് ആമുഖം ആവശ്യമില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ്. മലയാളം വാരികയിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികളെക്കുറിച്ചുള്ള പരമ്പര മുടങ്ങാതെ വായിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങളും എല്ലാം ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ആമുഖം ആവശ്യമില്ലാത്ത നിരന്തരമായ പരിസ്ഥിതി വിവേകത്തിൻ്റെ ചടുലമായ എഴുത്ത് ആഴത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള ഏറ്റവും അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകം അത് സുഗതകുമാരിയെക്കുറിച്ചാണ് എന്നുള്ളതും യാദൃശ്ചികമല്ല. ഒലീവ് ബുക്സാണിത് വളരെ മനോഹരമായി ഈ പുസ്തകം അടിച്ചിറക്കിയിരിക്കുന്നത്. സുഗതകുമാരി ടീച്ചറുമായിട്ട് എനിക്കും ഒരുപാട് കാലത്തെ വ്യക്തിബന്ധം. വടക്കോട്ട് ടീച്ചർ വരുന്ന സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാൻ 3 തവണയെങ്കിലും ഞാൻ ടീച്ചറെ എന്ത് തിരക്കും മാറ്റി വെച്ചിട്ട് ടീച്ചർ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. സമരത്തിൽ പങ്കാളിയായിട്ടുണ്ട്. ഇപ്പോൾ പരിസ്ഥിതി സമര ചരിത്രത്തിൽ സുഗതകുമാരിയുടെ പേര് പോലെ നമുക്ക് മറ്റൊരു പേരില്ല. ആ ഒരു ചരിത്രം സമഗ്രമായിട്ട് പ്രതിപാദിക്കപ്പെടുകയും ഈ പുസ്തകം പരിസ്ഥിതി വിജ്ഞാനത്തിന് മാത്രമല്ല വരുന്ന തലമുറകൾക്കും പരിസ്ഥിതി വിവേകം വല്ലാതെ നഷ്ടപ്പെടുന്ന ഒരു കാലത്തിന് എല്ലാ വികസന സങ്കല്പങ്ങളെയും നാം നെഞ്ചേറ്റുകയും പാരിസ്ഥിതികമായ അവബോധം പതുക്കെ പതുക്കെ ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തിപരമായ ബന്ധങ്ങൾ ഒരുപാടുണ്ട്, അതിലേക്ക് പോകാനൊന്നും സമയമില്ല. ഒരു കാര്യം മാത്രം, ജന്മകജയുടെ 2ാം പതിപ്പ് ഇവിടെ പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് സുഗതകുമാരി ടീച്ചർ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞത്, ഞാൻ 4 ദിവസമായി ഉറങ്ങിയിട്ട് 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ഞാൻ ചോദിച്ചു, ടീച്ചർ എന്ത് പറ്റി? അപ്പോൾ ടീച്ചർ പറഞ്ഞു, ജന്മകജെ വായിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ചേർത്ത് പിടിച്ചു. പിന്നെ ജന്മകജയുടെ 10ാമത്തെ എഡിഷൻ VS അച്യുതാനന്ദൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നടന്ന സമരപ്പന്തലിൽ സുഗതകുമാരി ടീച്ചറാണ് ഏറ്റുവാങ്ങിയത്. ഒരുപാട് അനുഭവങ്ങൾ. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് വണ്ടി ഒരുപാട് വൈകിയതുകൊണ്ട് 1.5 മണിക്കൂർ നേരം ഞങ്ങൾ 3 പേർക്ക് വേണ്ടിയിട്ട് ടീച്ചർ നിരന്തരമായിട്ട് കവിതകൾ ചൊല്ലിയതും. ഇപ്പം എൻ്റെ ഏറ്റവും പുതിയ ഈ അടുത്തിറങ്ങിയ പുസ്തകമാണ് നിങ്ങൾക്കുള്ള പൊക്കിൾ. ഈ പൊക്കിൾ എന്ന പുസ്തകത്തിൽ ഏറ്റവും ആവർത്തിക്കപ്പെടുന്ന പേര് സുഗതകുമാരി ടീച്ചറുടെ പേരാണ്. അത് യാദൃശ്ചികമല്ല. ഇതൊരു പാരിസ്ഥിതികമായ ആത്മകഥയാണ്. ഈ പുസ്തകം അവസാനിപ്പിക്കുന്നതും യാദൃച്ഛികമായിട്ടാവാം. അത് പശ്ചിമഘട്ടത്തിലെ 10-12 വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഈ പുസ്തകം കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോഴാണ് ഞാൻ സുഗതകുമാരിയുടെ സുഗതപർവം എന്ന ജീവചരിത്ര പുസ്തകം, അത് പ്രകൃതിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന സി റഹീം എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടാകുന്നത്. ഇവിടെ വരുന്ന സമയത്തൊക്കെ ടീച്ചറുടെ വീട്ടിൽ ഏറ്റവും ഒടുവിൽ എൻഡോസൾഫാൻ ദുരിത ബാധിതരായ 3-4 കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ട് ഞാൻ വീട്ടിൽ പോയതിൻ്റെ അനുഭവം, ടീച്ചറുടെ കണ്ണ് നിറഞ്ഞതിൻ്റെ അനുഭവം, അതാണ് അവസാനത്തെ ഒരു കൂടിക്കാഴ്ച എന്നുള്ളതും ഓർക്കുകയാണ്. ഗഡ്ഗിലിൻ്റെ മരണത്തിൻ്റെ ഒരു വല്ലാത്ത വേദനയിൽ നിൽക്കുന്ന സമയത്ത് സുഗതകുമാരിയുടെ ഒരു വിയോഗം നമ്മളെ വല്ലാതെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന
ഒന്നാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് വലിയ വായനകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് സമയം കൂടുതലെടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുപാട് ഓർമ്മകൾ ഇരമ്പി വരുന്നുണ്ട് എൻ്റെ ഉള്ളിലേക്ക്. മരത്തിന് സ്തുതി തൊട്ട് പശ്ചിമഘട്ടം വരെയുള്ള ടീച്ചറുടെ കവിതകൾ, 33 കൊല്ലം ഒരു കോളേജിൽ മലയാളം അധ്യാപകനായി കവിതകൾ പഠിപ്പിച്ച ഒരാളെന്നുള്ള നിലയിൽ സുഗതകുമാരിയുടെ കവിതകൾ ഒരുപാട് ഇങ്ങനെ ഇരമ്പി വരുന്നുണ്ട്. അത് പറയാനുള്ളൊരു നേരമില്ല, നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഈ പുസ്തകത്തിന് വലിയ വായനകളും വലിയ ചർച്ചകളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി അംബികാസുധൻ മങ്ങാട് മാഷ്. അടുത്തതായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് മാർ ഇവാനിയോസ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറും ഗവേഷകയുമായ ഡോക്ടർ രേഷ്മ KR ആണ്. ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ള കർത്തവ്യമാണ് ഇന്ന് എനിക്കുള്ളത്. കേവലം ഒരു പുസ്തകമല്ല, മറിച്ച് ഒരു ആത്മബന്ധമുള്ള പുസ്തകം എന്ന് തന്നെയാണ് സുഗതപർവം എന്ന പുസ്തകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പ്രസാധകൻ മാസികയിൽ സീരിയലൈസ് ചെയ്യപ്പെടുന്ന ആ ഒരു സമയം മുതൽ ഈ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളും സൂക്ഷ്മമായി വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിലെ ഭാഷയും അതിൽ സി റഹീം സർ ഉപയോഗിച്ചിട്ടുള്ള ഓരോ സന്ദർഭങ്ങളും, ആ സുഗതകുമാരിയുമായിട്ടുള്ള ഇൻട്രാക്ഷനും അല്ലെങ്കിൽ സുഗതകുമാരി ടീച്ചറുമായിട്ടുള്ള വീട്ടിൽ പോകുന്ന സന്ദർഭങ്ങളും ഒക്കെ തന്നെ അത്രയേറെ ഹൃദ്യവും അത്രയേറെ ആകർഷകവുമായ ഒരു പുസ്തകം എന്നതിലുപരി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പുസ്തകം കൂടിയാണ് സുഗതപർവം. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണം, പരിസ്ഥിതി എന്നൊക്കെയുള്ള പദങ്ങൾ നിരന്തര ഉപയോഗം കൊണ്ട് ക്ലീഷയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ എന്ന പദത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ ഈ പരിസ്ഥിതി എന്ന പദം മനുഷ്യനുമായിട്ട് മാറി നിൽക്കുന്ന ഒന്നാണെന്നും മനുഷ്യന് ഒരു കനിവ് പോലെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ എന്തെങ്കിലും ഒരു വലിയ എന്താ പറയുക, ഒരു ഔദാര്യം പോലെ പ്രകൃതിയെ സംരക്ഷിച്ചേക്കാം അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചേക്കാം എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യുകയാണ് മനുഷ്യനും പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ നമ്മൾ ഇപ്പോൾ വിചാരിച്ചു വച്ചിരിക്കുന്ന ബന്ധം. പക്ഷെ അങ്ങനെയല്ല. പരിസ്ഥിതി എന്ന ബന്ധത്തേക്കാൾ പദത്തേക്കാൾ എനിക്ക് തോന്നുന്നു പ്രകൃതി എന്ന പദം ആണ് കുറച്ചുകൂടി സുഗതകുമാരി ടീച്ചറൊക്കെ വിഭാവനം ചെയ്ത അർത്ഥത്തിൽ പ്രകൃതി എന്ന പദമാണ് കുറച്ചുകൂടി യോജ്യമായത്. കാരണം കുറച്ചുകൂടി ഇൻക്ലൂസീവായ, മനുഷ്യനെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു പദമാണത്. എത്രത്തോളം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, മനുഷ്യൻ്റെ മാത്രമല്ല കോടാനുകോടി ജൈവ വൈവിധ്യങ്ങളുടെ ജീവിതത്തിൽ പ്രകൃതി അവിഭാജ്യമായ ഒരു ഘടകമായി മാറുന്നു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു പൂമ്പാറ്റയുടെ ചിറകടിയുടെ ഒച്ച അല്ലെങ്കിൽ പൂമ്പാറ്റയുടെ ചിറകടിയുടെ താളം, ആ താളം ഒന്ന് ഉലയുമ്പോഴേക്കും ലോകത്തെവിടെയോ ഒരു ജൈവ പ്രകൃതിക്ക് അല്ലെങ്കിൽ ഏതോ ഒരു സ്പീഷ്യസിന് അപകടം സംഭവിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജൈവ വൈവിധ്യങ്ങളുടെ മുഴുവൻ ഘടനയ്ക്ക്, താളത്തിന് എന്തോ ഒരു ക്രമക്കേട് സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കടലിൻ്റെ ഉയരം, ആഗോള താപനം എന്നൊക്കെ നമ്മൾ വെറുതെ പറയുമ്പോൾ കടലിൻ്റെ ഉയരം, കടലിൻ്റെ നിരപ്പ് 1 മീറ്റർ ഉയരുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ജീവിവർഗങ്ങൾ അപ്രത്യക്ഷമാകും എന്ന അറിവുണ്ടാകുമ്പോഴാണ് എത്ര കാലം ഈ പരിസ്ഥിതി സംരക്ഷണത്തെ ഒരു ഫാഷനായി കൊണ്ട് നടക്കാൻ കഴിയും എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. തീക്ഷ്ണമായ താക്കീതുകളായി നമ്മുടെ ജീവിതത്തിലേക്ക് പരിസ്ഥിതി ഇടപെട്ട് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഡൽഹി അടക്കമുള്ള നമ്മുടെ സ്ഥലങ്ങളിൽ ഇന്ന് മനുഷ്യരനുഭവിക്കുന്ന ശുദ്ധവായുവിന് പോലും സാധ്യതയില്ലാത്ത വിധം ജനജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുന്നത്. ആ അറിവിലേക്കാണ് നമ്മൾ സുഗതകുമാരി എന്ന കവയത്രിയെ ചേർത്തു വയ്ക്കുന്നത്. 2004 2005 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിലെ ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് സുഗതകുമാരി ടീച്ചറിനെ ആദ്യമായി നേരിട്ട് കാണുന്നത്.
വളരെ ചെറിയൊരു സ്ത്രീ. ഞാൻ അപ്പോൾ ആലോചിക്കുകയും ചെയ്തു, എങ്ങനെയാണ് ഇത്തരം വലിയ സമരങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട്, ഇത്തരം വലിയ വിപ്ലവ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഈ ചെറിയ സ്ത്രീ ആർജവത്തോടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് വളരെ അത്ഭുതാദരവോടുകൂടി ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് ഓരോ വാർത്തകളിലും സുഗതകുമാരി ടീച്ചർ നിറയുമ്പോൾ എനിക്ക് ആ ക്യാമ്പിൽ വെച്ച് സുഗതകുമാരി ടീച്ചർ എഴുതി തന്ന ഒരു 2 വരിയുടെ ഒരു അഹങ്കാരവും ആ ഒരു ബന്ധവും ഒക്കെ വെച്ചിട്ട് ഞാൻ ആ വാർത്തകളെ എല്ലാം വളരെ എന്താ പറയുക, ഒരു പൊസസീവ്നെസ്സോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി എൻ്റെ ഒരാൾ എന്നുള്ള രീതിയിൽ നോക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ സുഗതപർവം എന്ന പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളിലും നിറയുന്ന സുഗതകുമാരി ടീച്ചറിനെ അതേ അത്ഭുതാദരങ്ങളോടുകൂടി മാത്രം നോക്കിക്കാണാൻ ഇന്നോളം എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് പരിസ്ഥിതിയെക്കുറിച്ച് കുട്ടികളെ സംസാരിപ്പിക്കുമ്പോൾ അവർക്കറിയുകയില്ല, പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴും അവർ ഇത് ഓക്കെ ടീച്ചർ എല്ലാവരും പറയുന്നതല്ലേ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത വേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് അംബികാസുധൻ മാങ്ങാട് സാറിൻ്റെ എഴുത്തിൻ്റെ 50 വർഷങ്ങൾ ആഘോഷിക്കാനായി കോളേജിലെ കുട്ടികളെയും കൊണ്ട് പോയിരുന്നു. അപ്പോഴും ഇതുപോലെ എൻമകജയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയുകയും ആ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എൻമകജയെക്കുറിച്ച് വന്ന ലേഖനത്തെക്കുറിച്ചും ഒരു ഹാഫ് റോട്ടണായ ഓറഞ്ച് ആയിരുന്നു ആ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ മുഖചിത്രം. അത്രയ്ക്കും ആ ഒരു റെപ്രസെൻറ്റേഷനിലൂടെയാണ് ആ ഗ്രാമത്തെ മാതൃഭൂമി റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ അത്രയും നമ്മുടെ ജീവിതത്തിൽ പരിസ്ഥിതിക്ക് പ്രാധാന്യമുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിസ്ഥിതിക്ക് പ്രാധാന്യമുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൈലന്റ് വാലി എന്ന് പറയുന്ന ഒരു ചെറിയ വനത്തിന് വേണ്ടി ഒന്ന് വിട്ടുകളയാമായിരുന്നില്ലേ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. രാഷ്ട്രീയമായ ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടായി, ഒരുപാട് വലിയ വലിയ മനുഷ്യർ സംസാരിച്ചു. എങ്കിലും ആ ചെറിയ സ്ത്രീയുടെ ധൈര്യത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും ആർജവത്തിൻ്റെയും മുന്നിൽ ആ എല്ലാ വലിയ മനുഷ്യർക്കും മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെ എത്രയെത്ര മുന്നേറ്റങ്ങൾ, അങ്ങനെ എത്രയെത്ര മുദ്രാവാക്യങ്ങൾ സുഗതകുമാരി എന്ന ചെറിയ സ്ത്രീയെ ഓർമ്മിക്കുമ്പോൾ പതിഞ്ഞ എങ്കിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ കവിതയിലൂടെയും ചേർത്ത് പിടിച്ച ഓരോ സഹൃദയയിലൂടെയും നമുക്കറിയാം, സമാനഹൃദയരായ ഓരോ മനുഷ്യരോടും ആ കവയത്രി ഉള്ളു നൊന്തു പറഞ്ഞ ഓരോ വാചകങ്ങളും ജീവനോടെ, അങ്ങേയറ്റം ജീവനോടെ, കാരുണ്യത്തോടെ നമ്മളിൽ നിറയുന്നത് സാമൂഹിക പ്രതിബദ്ധത കൊണ്ട് മാത്രമല്ല, സഹജീവികളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല. എവിടെയാണോ ഒരു ആറ് വറ്റുന്നത്, എവിടെയാണോ ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നത്, എവിടെയാണോ ഒരു വൃക്ഷം നിലംപൊത്തുന്നത്, എവിടെയാണോ ഒരു പെൺകുഞ്ഞിൻ്റെ കരച്ചിൽ ഉയർന്നു കേൾക്കുന്നത്, എവിടെയാണോ ഒരു പിഞ്ചു ശരീരം പിച്ച് ചീന്തപ്പെടുന്നത്, അവിടെയെല്ലാം അമ്മ എന്ന ശബ്ദത്തിൻ്റെ പർവ്വതീകരിക്കപ്പെട്ട മഹാഭാരങ്ങളെ മാറ്റി നിർത്തി തന്നെ ഞാൻ പറയുന്നു, അമ്മയല്ല ഒരു സ്ത്രീ, അങ്ങനെ തന്നെ കരുതിയാൽ മതി. കാരണം നമ്മൾ ഈ മാതൃത്വം എന്നൊക്കെ പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു ഭാരം നമ്മൾ കൽപ്പിച്ചു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ത്രീയായിരിക്കെ, ഒരു കവയത്രിയായിരിക്കെ അവർ സമൂഹത്തോട് കാണിച്ച വലിയ നീതിബോധം, ആ ബോധത്തെ ഓർമ്മിപ്പിക്കലാണ് ഈ പുസ്തകത്തിലൂടെ റഹീം സാർ ചെയ്യുന്നത്. അത് 100% ആത്മാർത്ഥതയോടുകൂടിയും ആ സുഗതകുമാരി എന്ന കവയത്രി അർഹിക്കുന്ന അതേ ലാളിത്യത്തോടെയും സുഗതകുമാരിയുടെ ദാർശനികതയെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. സുഗതകുമാരി എന്ന കവയത്രിയുടെ ഒരു കവിതയെക്കുറിച്ചോ അല്ലെങ്കിൽ പരിസ്ഥിതി സ്നേഹത്തെക്കുറിച്ചോ മാത്രമല്ല, അവരുടെ ആ ഒരു ദാർശനിക ചൈതന്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ആ കവയത്രി അർഹിക്കുന്ന അതേ ലാളിത്യമായ ഭാഷയിലും സുന്ദരമായ ആഖ്യാന ശൈലിയിലുമാണ്. ഞാൻ സുഗതകുമാരിയുടെ ഒരു 4 വരി കവിത കൂടി ചൊല്ലി നിർത്താം. കണ്ണൻ്റെ യോമൽ യമുന വീണ്ടും വിഷഖിന്നയാം കാളിന്തിയായുഴലുന്നിതേ, പുണ്യനിളാനദി കേഴുന്നിതേ, സഹ്യകന്യകൾ വൻ വിഷം തിണ്ടി മരിപ്പിതേ, ചത്ത കാട്ടിൽ പുകച്ചാർത്തു തിങ്ങിയിടവേ, പക്ഷികളെല്ലാം പിടഞ്ഞു മറയവേ, വൃക്ഷങ്ങൾ വെട്ടിമറിക്കവേ, ചോലകൾ വറ്റി വരളവേ, മണ്ണു തപിക്കവേ, മക്കളെ ദൈവത്തെ അമ്മയെ കൂടിയും വിറ്റു കാശാക്കി ഈ ഞങ്ങൾ മുന്നേറവേ, വേട്ടക്കിറങ്ങിയോർ തൊട്ടടുത്തെത്തവേ,
നീട്ടിയ തോക്കിൻ്റെ മുമ്പിൽ അതിദൂരമോടിത്തളർന്ന മാൻ പോലെ നിശബ്ദയാം കാട് കിതച്ചു കാതോർത്തു നിന്നിടവേ. സുഗതകുമാരിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം. സി റഹീം സാറിന് എല്ലാ ആശംസകളും. നന്ദി ഡോക്ടർ രേഷ്മ കെ.ആർ. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനായി ശ്രീമതി ശോഭ രാജ്മോഹൻ ക്ഷണിക്കുകയാണ്. ശോഭ രാജ്മോഹൻ. ശ്രീ സി റഹീമിൻ്റെ സുഗതപർവം, സുഗതകുമാരിയെക്കുറിച്ചുള്ള ഒരു വർണ്ണചിത്രം ലളിത മനോഹരമായ വരികളിൽ വരച്ച് കാണിച്ച ഈ പുസ്തകത്താളുകളിലാകെ നിറഞ്ഞു നിൽക്കുന്ന സുഗതകുമാരി ടീച്ചർ, പ്രകൃതിയെ ഏറ്റവും സ്നേഹിച്ച് കൂടെ നിന്ന് അതിന് കാവലാളായി നിന്ന സുഗതകുമാരി ടീച്ചറിൻ്റെ ഒപ്പം തന്നെ അതിനെ ചേർത്ത് പിടിച്ച് പ്രവർത്തിച്ച മറ്റ് പലരെയും പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഗവേഷണ പുസ്തകമോ പഠനമോ ആയിട്ടല്ല, ഒരു നോവൽ വായിക്കുന്ന അതേ സുഖത്തോടെ അത്രയും സുഖം തരുന്ന ഒരു വായനാ അനുഭവം. അതാണ് എനിക്ക് സുഗതപർവത്തിലൂടെ തോന്നിയത്. സുഗതകുമാരിയുടെ എഴുത്തിൻ്റെ സത്യവും സൗന്ദര്യവും ഒക്കെ തിരിച്ചറിഞ്ഞ ആളാണ് റഹീം. ഈ പ്രകൃതി നിയമം ഒരു പുഴ പോലെ, സ്വച്ഛന്തമായി ഒഴുകുന്നൊരു പുഴ പോലെ, ഒരിക്കലും നമുക്കതിനെ ശാശ്വതമായി നശിപ്പിക്കാനാവില്ല. അത്ര സുന്ദരമായ ആ ഒരു പ്രക്രിയ. ശരിക്കൊരു പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു വെറും വാക്കല്ല, മറിച്ച് നമ്മളിൽ അതൊരു ഉദാത്തമായൊരു വികാരമായി നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. റഹീം പറയാറുണ്ട്, നമുക്ക് ഈ പ്രകൃതിയിലെ ഒരു ജീവികളെയും നശിപ്പിക്കാനുള്ള അവകാശമില്ലെന്ന്. സഹോദരന് തുല്യമനായ റഹീം സംസാരിക്കുമ്പോൾ പറയാറുള്ളതാണ്. സത്യത്തിൽ ശരിയല്ലേ? പരമാണു മുതൽ കോടാനുകോടി ജീവജാലങ്ങൾ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടതല്ലേ? നമുക്ക് എന്തവകാശം അവയൊക്കെ നശിപ്പിക്കാൻ? നമുക്ക് ഒരു തൈ നട്ട് സംരക്ഷിക്കാൻ നമുക്കായിട്ട് കഴിഞ്ഞാൽ, സുഗതകുമാരി ടീച്ചർ പറഞ്ഞ പോലെ, അത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു പുണ്യം. സുഗതപർവത്തിൻ്റെ ധാരാളമായ വായനയ്ക്ക് പ്രിയ റഹീമിന് എല്ലാ ആശംസകളും. നന്ദി ശോഭ രാജ്മോഹൻ. അടുത്തതായിട്ട് സംസാരിക്കുന്നത് ശ്രീമാൻ ജോൺ തോമസ് ആണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സുഗതകുമാരി ടീച്ചർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു താനൊരു പരാജയപ്പെട്ട പോരാളിയാണെന്ന്. അവരേർപ്പെട്ട പ്രസ്ഥാനങ്ങളെല്ലാം പരാജയപ്പെട്ടും, പക്ഷേ ഈ പരാജയം, അതായത് നമ്മൾ ഏതെടുത്താലും, ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് സുഗതകുമാരി ടീച്ചറെ കാണുന്ന ഒരു 40 വർഷം മുൻപ് മേധാ പട്കർ വന്ന അവസരത്തിൽ മേധാ പട്കറിൻ്റെ ആ ജീവിതശൈലിയും അവർ നർമ്മദാ ബച്ചാവോ ആന്തോളനിൽ ഏർപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ ആ വീര്യവുമൊക്കെ ഉൾക്കൊണ്ട് അവരെ ആലിംഗനം ചെയ്യുന്ന രംഗമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. തുടർന്നുള്ള ഓരോ പ്രവർത്തികളിലും സുഗതകുമാരി ടീച്ചർ, അതായത് ഇവിടെ അടുത്ത് തന്നെ വികാസ് ഭവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ ഓഫീസിൻ്റെ സമുച്ചയമുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇതിൻ്റെ കുറേ അധികം സമുച്ചയങ്ങൾ പണിയണമെന്നൊരു തീരുമാനം വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സുഗതകുമാരി ടീച്ചർ രംഗത്ത് വന്നു. വായു സ്വച്ഛന്തമായി ഒഴുകണം, സ്വച്ഛമായി അത് കടന്നു പോകണമെങ്കിൽ ഇങ്ങനെയുള്ള കെട്ടിട സമുച്ചയങ്ങൾ ഇല്ലാതാവണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അതിനെ അന്ന് രൂക്ഷമായി എതിർത്തു. പക്ഷേ അക്കാര്യത്തിൽ വിജയിച്ചു. ആ ഒരു ബിൽഡിംഗ് കൊണ്ട്, ഈ വികാസ് ഭവൻ എന്ന് പറയുന്ന ഒരു കെട്ടിടം കൊണ്ട് ഇത് അവസാനിച്ചു. തുടർന്ന് ഞാൻ ഓർക്കുന്നു, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ ഗാലറി നിർമ്മാണം. അവിടെ വന്നപ്പോൾ അവിടെയും സുഗതകുമാരി രംഗത്ത് വന്നു. പാടില്ല, നമുക്ക് തുറസായ സ്ഥലങ്ങളാണ് ആവശ്യം. പക്ഷേ അവിടെയും
കായിക പ്രേമികളും വലിയ അതുപോലെയുള്ള ആൾക്കാരും കോൺട്രാക്ടർമാരും എല്ലാം കൂടെ ചേർന്നുള്ള വലിയ ഒരു പ്രക്ഷോഭം സുഗതകുമാരി ടീച്ചർക്കെതിരെ നടക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. അത് പരാജയപ്പെട്ടു. അത് തുടർന്ന് വികസനം എന്ന പേരിൽ അതൊക്കെ വരികയും ചെയ്തു. സുഗതകുമാരി ടീച്ചർ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഒരു മരം മുറിക്കുന്നു എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ തെരുവിൽ ആരെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് ഒരു സ്ത്രീയോ ഒരു കുട്ടിയോ നടക്കുന്നു എന്ന് കേട്ടാൽ, ഒരു ഭ്രാന്തനെ കണ്ടുമുട്ടിയാൽ ഉടൻ തന്നെ സുഗതകുമാരിയുടെ നമ്പർ തപ്പിയെടുത്തിട്ട് വിളിച്ച് അവരോട് പറഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തൂ, അല്ലെ ഈ മരമുറി ഒന്ന് അവസാനിപ്പിക്കൂ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് തിരുവനന്തപുരം നിവാസികൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവരെല്ലാം എത്തുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ എൻഡോസൾഫാൻ്റെ ചരിത്രം നമ്മൾ കേട്ടു. അപ്പോൾ സുഗതകുമാരി ടീച്ചർ തന്നെ ഇതിലൊക്കെ അങ്ങനെ ശാസ്തമംഗലം എന്ന പ്രദേശത്തെ ഒരു ഐക്കോണിക്കായിട്ടുള്ള ഒരു മരം മുറിക്കുന്നതിനെതിരെ അവിടെ നടത്തിയ ഒരു സമരം അത് കുറേ കാലത്തേക്ക് വിജയിച്ചു. പക്ഷേ നമ്മുടെ പുരോഗതി, നമ്മുടെ വികസനം, നമ്മുടെ GDP ഇതൊക്കെ വരുമ്പോൾ ഇതെല്ലാം കുറേ കഴിയുമ്പോൾ ഇതെല്ലാം ഇന്ന് മൗനം, ജനങ്ങൾ നിശബ്ദരാണ്. ഇതുപോലുള്ള പോരാളികളില്ല. ഇവർ തുടങ്ങിയ ഓരോ പ്രസ്ഥാനങ്ങളും. അതുപോലെ ആറന്മുളയിൽ എൻ്റെ അടുത്ത പ്രദേശമാണത്. അവിടെ സ്വന്തം വീട് വാഴുവേലിൽ എന്ന് പറയുന്ന കുടുംബ വീട് അത് സംരക്ഷിച്ച്, കാരണം അതിനോട് ചേർന്നൊരു കാവുണ്ട്, ഈ കാവുകൾ സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് വന്നു. അത് വലിയ ചരിത്ര പ്രസിദ്ധമാണ്. കേരളത്തിലെ കാവുകൾ സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ കേരളത്തിൽ ഈ ശബരിമല റെയിലൊക്കെ വരുന്നതിനെതിരെ അവർ ശക്തമായി പ്രതികരിച്ചിരുന്നു. ശബരിമലയിൽ ഇത്ര വലിയ ആൾക്കൂട്ടം, ആന്ധ്രാക്കാരും തെലുങ്കരും കന്നഡക്കാരും എല്ലാം വന്ന് കയറി ഇറങ്ങാനുള്ളൊരു സ്ഥലമല്ല എന്ന് അവർ പറഞ്ഞിരുന്നു. ഇത് പ്രതീകാത്മകമാക്കണം. ഇത് നമുക്കൊരു ഇങ്ങനെ സ്പിരിച്വൽ ടൂറിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏർപ്പാടുകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വന്നു. പക്ഷേ ഇതൊക്കെ പരാജയമാണ്. പക്ഷേ ഈ പരാജയങ്ങൾക്ക് അർത്ഥമുണ്ടാവും. അത് ഇവിടെ നേരത്തെ മുൻ പ്രാസംഗിക അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഡൽഹിയിൽ ഇന്ന് വായുവിന് വേണ്ടി വിഷമിക്കുന്നു. വരും തലമുറയ്ക്ക് ഇന്ന് പലരും വിസ്മൃതിയിലായി കഴിഞ്ഞു ഇവർ. പക്ഷേ അന്നൊക്കെ ചിലപ്പോൾ ഓർത്തെടുത്തേക്കാം. ഇതുപോലുള്ള കൃതികൾ ഇതിനോട് താതാത്മ്യപ്പെട്ട് ഐകരൂപ്യപ്പെട്ട് ശ്രീ റഹീമിനെ പോലുള്ളവർ എഴുതിയ കൃതികൾ വായിച്ച് നാളെ ആവേശം ഉൾക്കൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുനരുജ്ജീവിക്കപ്പെടും എന്ന് ഒരു പ്രത്യാശ എനിക്കുണ്ട്. അതിന് ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി സംസാരിക്കാനുള്ളവർ സമയക്ലിപ്തത പാലിക്കണം, പ്രത്യേകിച്ചും സമയം കുറവാണ്. ശ്രീ S. അനിൽ അവരെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ക്ഷണിക്കരുതെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും റഹീം നിർബന്ധിച്ച് ക്ഷണിച്ചതാണ്. ടീച്ചറിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതിനപ്പുറത്തായി ഒന്നും പറയാനുമില്ല. 1-2 പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം പറയാം. കവി എന്ന നിലയ്ക്ക് ടീച്ചർ എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കവി എന്ന നിലയ്ക്ക് അല്ലാതെ സമൂഹത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരു ആക്ടിവിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു അമ്മയെന്നോ ഒക്കെ പറയാവുന്നൊരു വ്യക്തി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അഭയ 25 വർഷം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഒരു വളരെ ദീർഘമായ സംഭാഷണത്തിന് 3-4 മണിക്കൂർ നിൽക്കുന്നൊരു സംഭാഷണത്തിന് ഞാനും എൻ്റെ ഒരു കൊളീഗുമായിട്ട് ടീച്ചറിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ പല ചോദ്യങ്ങളും കേട്ടപ്പോൾ ടീച്ചർ ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുന്നത്? ഈ അഭയയുടെ ഒരു ഫോർമേഷനെ കുറിച്ചും അഭയയുടെ ഭാഗമായിട്ട് ചെയ്ത പല ആക്ടിവിറ്റീസിനെ കുറിച്ചും അന്ന് സമൂഹത്തിലുണ്ടായ എതിർപ്പിനെ കുറിച്ചും ഇത് ചില കണ്ണികളിൽ മാത്രം മാറ്റി നിർത്തപ്പെടുന്ന ഒരു ജനറൽ ക്യാരക്ടറിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്കായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ലൈഫിലുടനീളം ആ ഒരു മൗലികമായ ഒരു ബൗദ്ധിക വിശുദ്ധത കാത്തു സൂക്ഷിച്ച വളരെ അപൂർവ മനുഷ്യരിൽ ഒരാൾ. പക്ഷേ ചില നിലപാടുകൾ കൊണ്ട് തന്നെ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നു കവി എന്ന നിലയ്ക്ക് ടീച്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്കാർക്കും ഒരു അഭിപ്രായ ഭിന്നതയുമില്ല. എന്നാൽ കവി എന്നുള്ളതിന് അപ്പുറത്ത് അത് കൃഷ്ണവനം നട്ടുപിടിപ്പിച്ചതിലാകട്ടെ അല്ലെങ്കിൽ സൈലന്റ് വാലി സമരം നടത്തിയതിലാകട്ടെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു മരം മുറിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ശാസ്ത്രമംഗലത്തെ ഈ മരത്തിൻ്റെ കഥ കേട്ടപ്പോൾ ശാസ്ത്രമംഗലത്തെ മരം മുറിക്കുന്ന സമയത്ത് ടീച്ചർ അവിടെ വന്ന് ഇരിക്കുന്നതും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതുമൊക്കെ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകുന്നത് തന്നെ വലിയൊരു മൂവ്മെൻ്റെ ഭാഗമാണ് എന്ന് നമുക്കൊക്കെ ഒരു തോന്നലുണ്ടാകും ഓരോ തവണ സംസാരിക്കുമ്പോഴും. അത് വെറുതെ ഒരു മരം നടുക എന്നുള്ളതല്ല. ഇൻഫാക്ട് കഴിഞ്ഞ ദിവസം അന്തരിച്ച ഗാഡ്ഗിലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു കോമൺ സുഹൃത്ത് പറഞ്ഞതുപോലെ റൊമാൻറ്റിസിസത്തിന് അപ്പുറത്ത് വളരെ പ്രാഗ്മാറ്റിക്കായ, എന്തുകൊണ്ട് അതിരപ്പള്ളി പദ്ധതി നടപ്പിലാകില്ല, കാരണം അതിരപ്പള്ളി പദ്ധതിയിൽ അതിന് ആവശ്യമായ ജലം ഇല്ല എന്നു പറഞ്ഞ വളരെ പ്രാഗ്മാറ്റിക്കായുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരുന്ന ഒരു അപൂർവം പരിസ്ഥിതി പ്രവർത്തകരിൽ ഒരാൾ കൂടിയായിരുന്നു ടീച്ചർ. അത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.
സംസാരിക്കുന്നതിനായി ശ്രീ PR ശ്രീകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, സുധകുമാരി ടീച്ചറിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ ശരിക്ക് അവരുടെ സൈലന്റ് വാലി പ്രക്ഷോഭം ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ ഏറ്റവും അവസാനം ആറന്മുള വിമാനത്താവളത്തിനെതിരെയുള്ള സമരങ്ങൾ വരെ മിക്കവാറും എല്ലാം പൂയംകുട്ടി പദ്ധതി, ആതിരപ്പള്ളി എന്ന് വേണ്ട എല്ലാ സമരപരിപാടികളുടെയും ഭാഗമായിട്ട് ടീച്ചറിനോടൊപ്പം സഹകരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിന്നും ഒരു സന്തോഷമായിട്ട് ഞാൻ കരുതുകയാണ്. ഒരു കവി എന്നുള്ള രീതിയിൽ പരക്കെ അറിയപ്പെട്ടിരുന്ന ടീച്ചർ, ഞാൻ ഏറ്റവും കൂടുതൽ ടീച്ചറിലെ പരിസ്ഥിതി പ്രവർത്തകയെയും സാമൂഹ്യ പ്രവർത്തകയെയാണ് കൂടുതൽ എൻ്റെ മനസ്സിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ടീച്ചറിനോടൊപ്പം നടക്കുന്ന യാത്രകളിൽ ശ്രീകുമാറെ ഇങ്ങനെ ഒരെണ്ണം ചെയ്താൽ എന്താ, നിങ്ങളത് ചെയ്യൂ, ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ പൊക്കോളാം, നിങ്ങൾ വേറൊരു രീതി ചിന്തിച്ച് പോകൂ എന്ന് പറഞ്ഞ് നമ്മളെ ആ ഒരു രീതിയിലേക്ക് വഴിതിരിച്ചു. ഞാൻ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങൾക്ക് അവിടെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഒരു പരിസ്ഥിതി സംഘടന, ഗ്രീൻസ് എന്ന പേരിലൊരു പരിസ്ഥിതി സംഘടന ഉണ്ടായിരുന്നു. ആ പരിസ്ഥിതി സംഘടനയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ടീച്ചർ നിർബന്ധിച്ച് അതങ്ങനെ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഇരുന്ന് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി വില കിട്ടും എന്ന് ഒരു സമ്മർദ്ദ രീതി ടീച്ചർ ചെയ്യുമായിരുന്നു. പക്ഷേ അത് ടീച്ചർ വിചാരിച്ച പോലെ തന്നെ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് ചില പ്രത്യേകതയുള്ള വ്യക്തികളെക്കുറിച്ച് ഡോക്യുമെൻ്ററികൾ ചെയ്യാൻ വേണ്ടി ടീച്ചർ നിർദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ തമിഴ്നാട്ടിലെ കൂന്തക്കുളത്ത് പക്ഷികളെ സ്നേഹിച്ച്, ദേശാടന പക്ഷികളെ സ്നേഹിച്ച് അവസാനം ബേഡ് ഫ്ലൂ വന്ന് മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ ടീച്ചർ നിർബന്ധിച്ചു, അത് ചെയ്തു. പിന്നീട് ഏറ്റവും അവസാനം ആറന്മുള വിമാനത്താവളത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭത്തിൻ്റെ ഇത് ചെയ്ത് ഒരു നല്ലൊരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് ടീച്ചർ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് ആറന്മുള എന്നൊരു ഡോക്യുമെൻ്ററി ചെയ്യാനും കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ടീച്ചറിനോടൊപ്പം ധാരാളം സഹകരിച്ചു. കവിത ആകപ്പാടെ ഒരു പ്രാവശ്യമേ ടീച്ചറിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് ഞാൻ താമസിക്കുന്ന ഭാഗത്ത് ശാസ്ത്രി നായറിൻ്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇറക്കിയൊരു സോവനീറിൽ പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞ വാക്ക് ഇപ്പോഴും എനിക്കുണ്ട്. ഞാൻ മാതൃഭൂമിയിൽ കവിത എഴുതി തുടങ്ങിയത് ശ്രീകുമാർ എന്ന ഇതിലായിരുന്നു, പെൻനെയിമിലായിരുന്നു. അതുകൊണ്ട് ശ്രീകുമാരൻ തരുമെന്ന് പറഞ്ഞ് ചെയ്തു. അപ്പോൾ എന്തായാലും ധാരാളം ഓർമ്മകൾ സുഗതകുമാരി ടീച്ചറിനെ കുറിച്ചുണ്ട്. പക്ഷേ അത് നമ്മുടെ റഹീമിൻ്റെ സുഗതപർവ്വം എന്ന പുസ്തകത്തിലൂടെ കൂടുതൽ ആൾക്കാർക്ക്, ഞാൻ എൻ്റെ ബന്ധുക്കളായ കുട്ടികൾ SLC ഒക്കെ പാസ്സാവാറായി നിൽക്കുന്ന കുട്ടികൾക്ക് ഞാൻ സമ്മാനമായിട്ട് കൊടുക്കുന്നത് സുഗതപർവ്വമാണ്. കുട്ടികൾ വായിക്കണം. അതിൽ സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകളും പരിസ്ഥിതി പ്രവർത്തനങ്ങളും എല്ലാം കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ റഹീമിൻ്റെ പുസ്തകം കൂടുതൽ സഹൃദയരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീമതി അജിത സംസാരിക്കുന്നു. നമ്മളെ സമയം തീരാറായി. സുഗതകുമാരി ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, എൻ്റെ മൂത്ത ചേച്ചിയുടെ മാതിരിയായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് വരുമ്പം സുഗതകുമാരി ടീച്ചറെ കാണുകയും സംസാരിക്കുകയും വളരെ അടുപ്പത്തിൽ ഞങ്ങൾ പല കാര്യങ്ങളിലും ഇടപഴകിയിട്ടുണ്ട്. ഇപ്പോൾ ആറന്മുള വിമാനത്താവളത്തിൻ്റെ ഇഷ്യൂവിൽ സുഗതകുമാരി ടീച്ചറുടെ കൂടെയും അല്ലാതെയും ഒക്കെ സമരം ചെയ്യാൻ പോയിട്ടുണ്ട്. അതുപോലെ എനിക്ക് നല്ല ഓർമ്മ വരുന്നത് കുതിരവട്ടം മാനസിക രോഗ ആശുപത്രിയിൽ വളരെ മനുഷ്യത്വ വിരുദ്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ജനകീയ സാംസ്കാരിക വേദിയുടെ കുറേ പ്രവർത്തകർ, ഡോക്ടർമാരായ പ്രവർത്തകർ, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, മറ്റേ ഡോക്ടറെ വിചാരണ ചെയ്ത സംഭവമൊക്കെ,
ആ കാലഘട്ടത്തിൽ തന്നെ മാനസിക രോഗാശുപത്രിയിലെ ഇത്തരം അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിവേചനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായ മാനസിക രോഗികളെ ഏറ്റവും ഭീകരമായി ഡീൽ ചെയ്യുന്ന സംഭവങ്ങൾ അതിലിടപെട്ട് മാനസിക രോഗ ആശുപത്രി പരിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രക്ഷോഭം നടത്തിയിട്ടുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. അതിൻ്റെയും നേതൃത്വം കൊടുത്തിരുന്നത് സുഗതകുമാരി ടീച്ചറാണ്. അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ കൃഷ്ണകുമാർ. ഇപ്പോഴും അദ്ദേഹം ഇംഹാൻസ് എന്ന് പറഞ്ഞ കോഴിക്കോട്ടെ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനാണ്. അദ്ദേഹം മരിച്ചുപോയി. അതിൻ്റെ ഒരു ദുഃഖം ഇപ്പോഴും ഞങ്ങൾക്ക് മാറിയിട്ടില്ല. ഒരു കൊല്ലം ഈ ജനുവരി 25 ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് 1 വർഷം കഴിയും. അപ്പോൾ ഈ സുഗതകുമാരി ടീച്ചറുടെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള സമരം, സൈലൻറ്റ് വാലി, അതുപോലെ ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള സമരം, കാടിനെ നിലനിർത്താനുള്ള സമരം, അതുപോലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചെറുക്കാനുള്ള പല ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. അവരുടെ ഹോം അഭയ എന്ന് പറഞ്ഞ ഹോം അവർ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ പല ആളുകളെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആ തരത്തിൽ അവർ ഞങ്ങൾക്കൊരു മാതൃകയായിരുന്നു. സുഗതകുമാരി ടീച്ചർക്ക് ഇങ്ങനെ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല? അതുകൊണ്ട് കോഴിക്കോട് അന്വേഷിക്കും ഇപ്പോൾ ഒരു ഹോമുണ്ട്. അന്വേഷിയും പലതരത്തിലും കുറച്ചുകൂടി ഒരുപക്ഷെ ഫെമിനിസ്റ്റ് ലെവലിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. എങ്കിലും ടീച്ചർ ഞങ്ങളുടെ ഒരു മാതൃകയായിരുന്നു, ഞങ്ങളുടെ ഒരു മുൻഗാമിയായിരുന്നു എന്ന് പറയുന്നത് ശരിയായിരിക്കും. ശ്രീ പ്രസാദ് ശ്രീധരൻ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മാനിച്ചുകൊണ്ട് സമയം അവസാനിച്ചിരിക്കുകയാണ്. നന്ദി അറിയിക്കുന്നതിനായിട്ട് എഴുത്തുകാരൻ സി റഹീം അവരെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.